യുദ്ധത്തിന്റെ ലക്ഷ്യം സാധാരണക്കാരല്ല. ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ. ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 70 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രതികരണം. യുദ്ധത്തിൽ സംയമനം പാലിക്കാനും യുദ്ധക്കെടുതിയിൽ വലയുന്ന പലസ്തീനികൾക്ക് സഹായമെത്തിക്കാനുമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ഹമാസിനെ തകർക്കാൻ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വലിയ സംഘർഷങ്ങളാണ് നടത്തുന്നത്. ഇതിനിടയിലാണ് ഗസയിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 70 പേർ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത പുറത്തുവരുന്നത്. മരിച്ചവർ UN സന്നദ്ധ പ്രവർത്തകന്റെ കുടുംബമാണ്. ആക്രമണത്തിൽ ഇദ്ദേഹവും മരണപ്പെട്ടു. 56-കാരനായ ഇസ്ലാം അൽ മുഖ്റാബി, ഭാര്യ, 5 കുട്ടികൾ, മറ്റു കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 70ഓളം പേരുണ്ടായിരുന്നു. ഹമാസ് ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രങ്ങളായി കണക്കാക്കപ്പെടുന്ന ഗസ സിറ്റിയിലും തെക്കൻ നഗരമായ ഖാൻ യൂനിസിലുമാണ് ഇപ്പോൾ പോരാട്ടം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇസ്ലാം അൽ മുഖ്റാബിയുടെ കുടുംബമുണ്ടായിരുന്നത് ഗസ സിറ്റിക്ക് സമീപമായിരുന്നു. ഇസ്ലാം അൽ മുഖ്റാബി തന്റെ കുടുംബത്തോടൊപ്പം ഗസ സിറ്റിക്ക് സമീപം നടന്ന ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി UN ഡെവലപ്മെന്റ് പ്രോഗ്രാം പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ന് ഗസയിൽ വെച്ച് ഞങ്ങളുടെ UNDP സഹപ്രവർത്തകന്റെയും കുടുംബത്തിന്റെയും മരണം നടന്നുവെന്ന് അറിയിക്കുന്നതിൽ അതിയായ ദുഃഖമുണ്ട്. വ്യോമാക്രമണത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 70-ലധികം പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. UNDP മേധാവി അഖീം സ്റ്റെയ്നർ പറഞ്ഞു. ഏകദേശം 30 വർഷമായി പലസ്തീൻ ജനതയ്ക്കുള്ള ഞങ്ങളുടെ സഹായ പദ്ധതിയിലൂടെ UNDPയുമായി ഇസ്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. ടീമിന്റെ പ്രിയപ്പെട്ട അംഗമായി അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടും, അഖീം സ്റ്റെയ്നർ കൂട്ടിച്ചേർത്തു. അതേസമയം ഗസയ്ക്കുള്ളിലെ മരണത്തിന്റെയും നാശത്തിന്റെയും വ്യാപ്തി തീവ്രമാവുന്നതിനാൽ ആവശ്യമായ സഹായമെത്തിക്കുന്നതിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ അടിയന്തര വെടിനിർത്തലിനും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയും ഗസയിലെ സാധാരണക്കാരും യുദ്ധത്തിന്റെ ലക്ഷ്യമല്ല. ഈ യുദ്ധം അവസാനിപ്പിക്കണം. ഇസ്ലാമിന്റെ കുടുംബവും എണ്ണമറ്റ മറ്റുള്ളവരും അനുഭവിക്കുന്ന വേദനയും കഷ്ടപ്പാടും ഇനി ഒരു കുടുംബത്തിനുമുണ്ടാകരുത്, സ്റ്റെയ്നർ പറയുന്നു. ഗസയിലെ ഇസ്രായേലിന്റെ ആക്രമണം സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ സൈനിക പ്രവർത്തനങ്ങളിലൊന്നാണ്. ഗസയിലെ 2.3 ദശലക്ഷം ജനങ്ങളിൽ 85% പേരെയും മാറ്റിപ്പാർപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തിച്ചു. ഐക്യരാഷ്ട്രസഭയിൽ നിന്നും മറ്റ് ഏജൻസികളിൽ നിന്നുമുള്ള ഈ ആഴ്ചത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഗസയിലെ 1/2 ദശലക്ഷത്തിലധികം ആളുകൾ, അതായത് ജനസംഖ്യയുടെ 4/1 കനത്ത പട്ടിണിയിലാണ്. അതിനിടെ US പ്രസിഡന്റ് ജോ ബൈഡൻ ശനിയാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് സഹായങ്ങളെത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടെ സിവിലിയൻ ജനതയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് വൈറ്റ് ഹൌസ് പറയുന്നു.